ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ലിറ്റിൽ വുമൺ എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയത് അവരുടെ അമ്മ അവരെയും ഉപേക്ഷിച്ച് പൈസയുമായി കടന്നു കളഞ്ഞതാണ്. അങ്ങനെ അവരെല്ലാവരും ഭയങ്കര വിഷമത്തിലാകുന്നുണ്ട്. വിഷമിച്ച് നിൽക്കുന്ന ആ ചിഞ്ചുവിനോട് അഞ്ജു വന്ന് പറയുന്നുണ്ട്, ചിലർക്ക് ഈ ഭൂമിയിൽ അമ്മയായി ജീവിക്കാൻ അവകാശമില്ല. നമ്മുടെ വായിക്കേടിന് അങ്ങനെ ഒരാളായിപ്പോയി നമ്മുടെ അമ്മ. ഇതൊന്നും ആലോചിച്ച് മോള് വിഷമിക്കണ്ട. മോൾക്ക് ചേച്ചിമാരുണ്ട്. നിന്റെ കാര്യങ്ങളൊക്കെ ഇനി ചേച്ചിമാർ നോക്കിക്കോളാം. പിന്നെ ടൂറ് പോകാനുള്ള പൈസ അത് നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ അഞ്ജു ചിഞ്ചുവിനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ അഞ്ജുവിൻ്റെ ഓഫീസാണ്. അവിടെയുള്ള ഒരു ലേഡിയോട് നമ്മുടെ അഞ്ജു കുറച്ച് പൈസ കടം ചോദിക്കുന്നുണ്ട്. ആ ലേഡിയാണെങ്കിൽ പൈസ കടം തരണമെങ്കിൽ എന്തെങ്കിലും ഈട് വേണമെന്ന് ആവശ്യപ്പെടും. നമ്മുടെ അഞ്ജുവിൻ്റെ കയ്യിലാണെങ്കിൽ ഈട് വെക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സാലറി അഡ്വാൻസ് ആയി തരാമോ എന്ന് അഞ്ജു ചോദിക്കുന്നുണ്ട്. ഇതൊരു ഫിനാൻസ് കമ്പനി അല്ലേ, ഇവിടെ എന്തെങ്കിലും പണയം എടുക്കാതെ പണം കടം തരില്ല എന്ന് നിനക്കറിയാമല്ലോ. നീ പോയി ഈട് വെക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ ലേഡി അഞ്ജുവിനെ മടക്കി വിടും. പൈസ കിട്ടാത്തതിൻ്റെ നിരാശയിൽ അഞ്ജുള്ള ടേബിളിൽ വന്നിരുന്ന് ഓരോന്ന് ആലോചിക്കാൻ തുടങ്ങും. വേണ്ടായിരുന്നു, പൈസ ചോദിക്കണ്ടായിരുന്നു. അവരിപ്പോൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിട്ടുണ്ടാവുക? അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യം നീ മറന്നേക്ക്. അല്ല പിന്നെ നീ എന്തിനാ മറ്റവളോട് പോയി പൈസ കടം ചോദിച്ചേ? നീ ചോദിച്ച ഉടനെ അവൾ പൈസ തരുമെന്ന് വിചാരിച്ചോ? നിനക്ക് എന്നോട് ചോദിക്കായിരുന്നില്ലേ? ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ പൈസ ഒപ്പിച്ച് തരുമായിരുന്നല്ലോ. ഇവിടെ ആരോടെങ്കിലും എനിക്കൊരു കടപ്പാടുണ്ടെങ്കിൽ അത് നിന്നോട് മാത്രമാണ്. നീ മാത്രമാണ് ഈ ഓഫീസിൽ നിന്ന് എൻ്റെ അമ്മ മരിച്ചിട്ട് കാണാൻ വന്നത്. അന്ന് ആ ചടങ്ങൊക്കെ തീരുന്നവരെ നീ എൻ്റെ കൂടെ നിന്നു. അതെനിക്ക് മറക്കാൻ പറ്റില്ല. അവിടെ സീൻ കട്ടായ അടുത്ത സീനിൽ കാണിക്കുന്നത് മഞ്ജുവിൻ്റെ ഓഫീസാണ്. അവിടെ മഞ്ജുവും അവളുടെ ചീഫും വേറൊരു ലേഡിയും ചേർന്ന് മഞ്ജു വായിച്ച TV റിപ്പോർട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഫാമിലിയിലെ 4 പേർ മരണപ്പെട്ട സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു മഞ്ജു വായിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ വാർത്ത വായിക്കുമ്പോൾ വളരെ സങ്കടം തോന്നിയിരുന്നു. അറിയാതെ അവളുടെ കണ്ണുകളൊന്നും നിറയുന്നുണ്ട്. ഈ കാര്യവും പറഞ്ഞും ചീഫ് മഞ്ജുവിനെ വഴക്കു പറയുന്നുണ്ട്. നീ വായിക്കുന്ന വാർത്ത കേട്ട് പ്രേക്ഷകർക്കാണ് സങ്കടം തോന്നേണ്ടത്, അല്ലാതെ നിനക്കല്ല. മേലാലിനി ഇത് ആവർത്തിക്കരുതെന്ന് മഞ്ജുവിനോട് ആൾ താക്കീത് കൊടുക്കുന്നുണ്ട്. അടുത്ത സീനിൽ അനിയത്തിക്ക് ടൂർ പോകാൻ വേണ്ട പൈസ ലോൺ എടുക്കാനായി ലോൺ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മഞ്ജുവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ലോൺ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വല്യമ്മ അവളെ ഫോൺ ചെയ്യുന്നുണ്ട്. മഞ്ജു ഫോൺ എടുത്തും വല്യമ്മ മഞ്ജുവിനോട് ചോദിക്കും, നീ ഇപ്പം എന്താ എന്നെ കാണാൻ വരാത്തത്? അല്ല, നീ എന്നെ കാണാൻ വരില്ല എന്ന് അമ്മയോട് പറഞ്ഞത് ഞാൻ അറിഞ്ഞു. ഒളിച്ചോടിപ്പോയ നിങ്ങളുടെ അമ്മ എന്നെ വിളിച്ചിരുന്നു. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നിനക്കിപ്പോൾ പൈസയൊക്കെ നല്ല ബുദ്ധിമുട്ട് കാണുമല്ലോ. നീ ഒരു കാര്യം ചെയ്യും, ഞായറാഴ്ച വീട്ടിലേക്ക് പോയോ. പൈസയ്ക്ക് വളരെ അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അഞ്ജു ചെല്ലാം നിൽക്കുന്നുണ്ട്. അവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ അഞ്ജുവും മഞ്ജുവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞായറാഴ്ച വല്യമ്മ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞ കാര്യം മഞ്ജു അഞ്ജുവിനോട് പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല അങ്ങോട്ട് പോകാൻ. നമ്മുടെ മഞ്ജു കുറേ കാലം വല്യമ്മയുടെ കൂടെ നിന്നാണ് പഠിച്ചിരുന്നത്. വല്യമ്മയുടെ പെരുമാറ്റം അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അവർക്ക് പൈസയുള്ളതിൻ്റെ ഭയങ്കര അഹങ്കാരമുണ്ട്. അവരുടെ ഈ പൈസയുടെ അഹങ്കാരം കണ്ടിട്ടാണ് അഞ്ജുവിന് പൈസക്കാരോട് തന്നെ ഒരു വെറുപ്പ് തോന്നി തുടങ്ങിയത്. ഇത് കേട്ടതും അഞ്ജു പറയുന്നുണ്ട്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വല്യമ്മേനെ മണിയടിച്ച് അവിടെ സുഖമായി നിന്നേനെ. പിന്നെ അവരുടെ ബുക്കിൽ കയറിപ്പറ്റി അവരുടെ സ്വത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ അടിച്ചെടുത്തേനെ. ഇനിയിപ്പോൾ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഏതെങ്കിലും ഒരു കാശുകാരനെ കല്യാണം കഴിച്ച് അവൻ്റെ കാശ് കൊണ്ട് നമ്മുടെ കുടുംബം ഒന്ന് സെറ്റാക്കണം. അല്ല, ഈ ഐഡിയ നീ മുമ്പ് പരീക്ഷിച്ചിട്ട് പരാജയപ്പെട്ടതല്ലേ എന്നും മഞ്ജു ചോദിക്കും. നമ്മുടെ അഞ്ജുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവൾ ഡിവോഴ്സായി നിൽക്കണതാണ് കേട്ടോ. അവൾ അങ്ങനെ ചോദിച്ചതും മഞ്ജു പറയും, അതെനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ. അവനതിന് പണക്കാരനൊന്നുമല്ലടി. അവൻ പണക്കാരനായി അഭിനയിച്ച് എന്നെ പറ്റിച്ചതല്ലേ. പിന്നെ അവൻ്റെ കൂടെ ജീവിച്ചുകൊണ്ട് ആകെ ഒരു ഉപകാരം ഉണ്ടായത് എനിക്കിപ്പോൾ കള്ളം പറയുന്നവരെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇനിയൊരു അബദ്ധം പറ്റില്ല. അടുത്ത തവണ നല്ലൊരു പൈസക്കാരനെ തന്നെ സെറ്റാക്കണം. അവിടെ സീൻ കട്ടായാൽ അടുത്ത സീനിൽ കാണിക്കുന്നത് അഞ്ജുവും അവളുടെ ഓഫീസിലെ ഫ്രണ്ടും വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അവർ അങ്ങനെ നടന്നു പോകുമ്പോൾ അഞ്ജുവിൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോകും. അഞ്ജുവിൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ വേറെ ഒരു ചെരുപ്പുണ്ടായിരുന്നു. അത് അവൾ അഞ്ജുവിന് കൊടുക്കും. കൂടാതെ അവളുടെ കോട്ടൂരി അത് അവൾ അഞ്ജുവിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അഞ്ജു ധരിച്ചിരുന്നത് ഒരു സാധാരണ വേഷമായിരുന്നു. കോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു റിച്ച് ലുക്കൊക്കെ കിട്ടുന്നുണ്ട്. തുടർന്ന് അവർ രണ്ടുപേരും ഒരു വലിയ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഹോട്ടലിൽ ചെന്നിരുന്ന് ചുറ്റും നോക്കിയതിന് ശേഷം മഞ്ജു ഫ്രണ്ടിനോട് വെള്ളം കിട്ടുന്നൊരു ബാത്റൂം തണുത്ത വെള്ളത്തിൽ കുളിച്ച് മടുത്തു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ എൻ്റെ അനിയത്തിമാരും ഹാപ്പി ആയിരിക്കും. അല്ല, അങ്ങനെ കുറേ പൈസ നിനക്കാ കിട്ടണമെങ്കിൽ നീ എന്താ ചെയ്യുക? അങ്ങനെ കുറേ പൈസ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ എൻ്റെ 12ാമത്തെ വയസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും. ഫ്രണ്ട്സുമായി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അച്ഛൻ്റെ കാറിൽ കറങ്ങാൻ പോകുന്നത്, പിയാനോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങനെ കുറേ.
അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചിരുന്നതിന് ശേഷം അഞ്ജുവിൻ്റെ ഫ്രണ്ട് അവൾ സംഘടിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ അഞ്ജുവിന് കൊടുക്കുന്നുണ്ട്. കൂടാതെ അവളൊരു ഫോം ഒപ്പിടിപ്പിക്കുന്നുണ്ട്. ആ ഫോം മുഴുവൻ ഇംഗ്ലീഷ് ആയതുകൊണ്ട് അഞ്ജു ഇത് എന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. അത് അവളൊരു അക്കൗണ്ട് സംബന്ധിച്ച ആപ്പ് തയ്യാറാക്കുന്നുണ്ടെന്നും അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണെന്നുമാണ് അഞ്ജുവിനോട് പറയുന്നത്. അവിടെ സീൻ കണ്ടതിൽ അടുത്ത സീൻ കാണിക്കുന്നത് വല്യമ്മയുടെ വീട്ടിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മഞ്ജുവിനെയും വല്യമ്മയുമാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്യമ്മ പറയും, നിങ്ങൾ അമ്മ പോയതാലോചിച്ച് വിഷമിക്കേണ്ട, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ലെങ്കിലും നിങ്ങളുടെ അമ്മ എന്തെങ്കിലുമൊക്കെ ഒളിച്ചോടി പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. വല്യമ്മ അങ്ങനെ പറഞ്ഞു തുടങ്ങിയതും മഞ്ജു ഇടയ്ക്ക് കയറി പറയും, വല്യമ്മേ, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് വഴക്കുണ്ടാക്കരുതെന്നും നിങ്ങളുടെ അമ്മയെക്കുറിച്ച് എന്തു പറഞ്ഞാലും അത് മൈൻഡ് ചെയ്യരുതെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഞാൻ ചെറുപ്പത്തിലിവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ അമ്മയെ ഒരുപാട് കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അമ്മയെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട. മഞ്ജു അങ്ങനെ പറഞ്ഞതും വല്യമ്മ പറയും, ആ ശരി, വേണ്ട, നമുക്ക് അവളെക്കുറിച്ച് സംസാരിക്കേണ്ട, നമുക്ക് പൈസനെ കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിലും പൈസയ്ക്ക് ആവശ്യമില്ലാതെ നീ ഇങ്ങോട്ട് വരില്ല എന്ന് എനിക്കറിയാം. ഏട്ടാ, നിനക്ക് എത്ര പൈസയാണ് വേണ്ടേ? എന്താ നിൻ്റെ ആവശ്യം? അഞ്ജു ആവശ്യം പറഞ്ഞതും വല്യമ്മ പറയും, ശരി, പൈസ ഞാൻ തരാം. നീ നിൻ്റെ ഒരു ഫോട്ടോയും ബാങ്ക് ഡീറ്റെയിൽസും എനിക്ക് അയക്കും. പിന്നെ ഈ പൈസ ഞാൻ കടമായിട്ട് തരുന്നതല്ല. നീ ഈ പൈസ എനിക്ക് ജോലിയെടുത്ത് വീട്ടണം. സംശയിക്കേണ്ട, നീ മുമ്പ് ചെയ്തിരുന്ന ജോലി തന്നെ. എല്ലാ ആഴ്ചയിലും 1 മണിക്കൂർ എനിക്ക് ന്യൂസ് വായിച്ച് തരണം. അതും പറഞ്ഞ് വല്യമ്മ അവിടെ നിന്ന് എണീറ്റ് പോകും. മഞ്ജുവും പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് അവിടേക്കൊരു യുവാവ് വരുന്നത്. മഞ്ജുവിന് അവനെ നേരത്തെ അറിയാം. അവരങ്ങനെ പരസ്പരം വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ മഞ്ജുവിനെ ഡിന്നർ കഴിക്കാൻ ക്ഷണിക്കുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ 2ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ ചിഞ്ചുവിന് ടൂർ പോകാനുള്ള പൈസ ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കഥ വരുന്ന എപ്പിസോഡുകളിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. കഥ തുടരും.